Hi friends, Assalamu alaikum. Welcome back to my channel Mymoonz kitchen. ഇന്ന് മട്ടൺ സൂപ്പ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ആട്ടിൻ കാല് സൂപ്പ് ഉണ്ടാക്കിയത് അടിപൊളിയാണ്, ഹെൽത്തിയാണ്. ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് മെയിനായിട്ട് കൊടുക്കുന്ന ഒന്നാണ് ഈ ആട്ടിൻ കാലിൻ്റെ സൂപ്പ്. എല്ലിനൊക്കെ ബലം കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമുണ്ടാവും. എന്തായാലും സൂപ്പ് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീട്ടിൽ. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ആട്ടിൻകാല. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഓൾറെഡി ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കിട്ടാൻ. പിന്നെ അത് നമ്മളൊന്ന് കഴുകിയെടുത്താൽ മതിയല്ലോ. ഇതിപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അറുക്കുന്നത് കൊണ്ട് ഇതേപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനി തോലൊക്കെ കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ തോല് കളയാൻ എന്തായാലും ഞാനില്ല, എക്സ്പേർട്ടായിട്ടുള്ളത് സൂറ ഉണ്ട്. അപ്പോൾ അവിടെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ തൊലി കളയാനായിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ ആദ്യം വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് കാലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് മാക്സിമം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൂടാറിയതിന് ശേഷം തൊലി കളഞ്ഞാൽ മതി. അപ്പോൾ ഞാനിത് കാണിക്കുന്നത് ഒറ്റൊന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. നന്നായി തിളച്ച് വന്ന വെള്ളത്തിൽ ഇതാ കാലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെക്കാം. അതിന് ശേഷം പിന്നെ അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ചൂടാറി വന്നു കഴിഞ്ഞാൽ കൈകൊണ്ട് നമുക്കിത് തൊലി പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇതാ തിളച്ച വെള്ളത്തിലിട്ട് ഒരു 5-10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം കത്തി ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കണം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കത്തി കൊണ്ടൊന്ന് പരണ്ടിയെടുത്താൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു മെനക്കേടുള്ള പണിയാണ്. അങ്ങനെ ഒന്നിതാ ക്ലീൻ ചെയ്തിട്ടുണ്ട്, തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഒരു 3-4 വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ രോമമൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ളതും തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്ത് വെക്കും. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കുളമ്പൊക്കെ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് 3-4 വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം, 2 തക്കാളി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുള്ളി വേണം. ഇതിലിപ്പോൾ കാണിച്ചത് ഒരു 3-4 ഉള്ളൂ എങ്കിലും ഒരു പിടിയോളം കുഞ്ഞുള്ളി എടുക്കണം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 3-4 പച്ചമുളക് അരിഞ്ഞെടുത്ത് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സ്പൈസസ് വേണം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക. അതെല്ലാം ഒരു ചെറിയ പീസ് പട്ടയും 2-3 ഏലക്കായും ഗ്രാമ്പൂവും എടുത്തു വെക്കാം. അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മട്ടണിലേക്ക് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു 4-5 വിസിലിന് നമ്മളിത് വേവിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും അങ്ങോട്ട് കൊടുക്കാം. ഉള്ളി, തക്കാളി, കുഞ്ഞുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ബിരിയാണി ഇലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഇല ഇട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു മണം ഉണ്ടാവും. നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. വേറെ പൊടികളും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഒരു 4-5 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പം സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ ഇതാ ബന്നൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മട്ടൺ ഇതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ ഒന്ന് തൂങ്ങിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ മട്ടൺ ലെഗ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇതിലേക്ക് വെള്ളമൊക്കെ ഉണ്ട്. ഇനിയിപ്പം എക്സ്ട്രാ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഥവാ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിനെക്കാട്ടിലും ഇങ്ങനെ സൂപ്പിലൊക്കെ ചതച്ചതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ സൂപ്പ് കുടിക്കുന്നതിനനുസരിച്ചിട്ട് കുരുമുളക് കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതൊന്ന് തൂങ്ങിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ല നെയ്യ്, അതായത് ഗീ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം.
കുഞ്ഞുള്ളീൻ്റെ കൂടെ ഒരു വറ്റൽമുളകും കൂടെ ചേർത്തിന് എക്സ്ട്രാ സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കുഞ്ഞുള്ളിയാണ് തൂങ്ങിക്കാൻ ഏറ്റവും ടേസ്റ്റ്. ഇനി അഥവാ അതില്ലാന്നുണ്ടെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്താൽ മതി. എന്നിട്ട് നെയ്യിൽ നന്നായി മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം ആ ഒരു കുഞ്ഞുള്ളീൻ്റെ കളറൊക്കെ മാറി വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ചിട്ടുള്ള ഈ മട്ടൺ ലെഗിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. മല്ലിയില സൂപ്പിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേറെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർക്കുന്നില്ല, അതായത് പൊടികളോ അല്ലെങ്കിൽ കോൺഫ്ലവർ സ്ലറിയോ ഒന്നും ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം, ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി കുടിക്കാറ്. അടിപൊളിയാണ് ഈ ഒരു ടേസ്റ്റ്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ മട്ടൺ ലെഗ് സൂപ്പ് ഇവിടെ റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് ബീഫിൻ്റെതും ഉണ്ടാക്കാം കേട്ടോ. ബീഫിൻ്റെ കുറച്ച് പീസസും കുറച്ച് എല്ലും മജ്ജയൊക്കെ ഉള്ള എല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഇതാ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൺ ലെഗ് സൂപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതൊന്ന് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളിത് സാധാരണ ഈവനിങ്ങിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഉണ്ടാക്കുന്ന ദിവസം എന്തായാലും ഈവനിങ്ങിൽ ചായ കട്ടായിരിക്കും. സൂപ്പും അതിൻ്റെ കൂടെ ബന്നുമാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇനി പുതിയ റെസിപ്പീസുമായിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ.